പിറ്റേന്ന് രാവിലെ തന്നെ പോകാൻ റെഡിയായിരിക്കുകയാണ് അച്ചു, ജീവനും ജയയും ജീവൻ്റെ അമ്മയും നന്ദുവും ഒക്കെ. വിഷ്ണുവും ജീവനും കൂടി എല്ലാവരുടെയും ബാഗും മറ്റും എടുത്ത് കാറിലേക്ക് വയ്ക്കുകയാണ്. അച്ചുവും നന്ദും കൂടി മുത്തശ്ശിയോടും വൈശുവിനോടൊക്കെ യാത്ര പറഞ്ഞു. നല്ല വിഷമമുണ്ടല്ലേ? തൻ്റെ അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ജീവൻ ചോദിച്ചു. പിന്നില്ലാതെ, ഇനി 3 ആഴ്ച ഈ പെണ്ണിൻ്റെ കലപിലയില്ലാത്ത വീട് ഉറങ്ങിയതുപോലെയായിരിക്കും. വിഷ്ണു അച്ചുവിനെ നോക്കിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത്. അത് കേട്ടതും ജീവൻ ഒന്ന് ചിരിച്ചു. സാരമില്ല, 3 ആഴ്ച ഇപ്പോൾ അങ്ങ് പോകും. ജീവൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നന്ദു നിന്റെ നാട്ടിൽ തന്നെയാണല്ലോ. 3 ആഴ്ച എന്ന് പറയുന്നത് 3 യുഗം പോലെയാണ് എനിക്ക്. വിഷ്ണു അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. എനിക്കിനി പെണ്ണേ വേണ്ട, പെൺപിള്ളേരെല്ലാം ചതിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവനാ. ഇപ്പോൾ അവൻ്റെ പെണ്ണില്ലാതെ പറ്റില്ല എന്നായി. ജീവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ കളിയാക്കി. നീ പറഞ്ഞത് ശരിയാ, എന്ത് മായാജാലം ആണോ എന്തോ ഇവൾ എണ്ണി തീർത്തത്. വിഷ്ണു ചിരിയോടെ പറഞ്ഞു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അച്ചുവിൽ തന്നെയായിരുന്നു. പോകട്ടെ അമ്മേ, അവൾ വിഷ്ണുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. പോയിട്ട് പെട്ടെന്ന് വാ മോളെ, അമ്മയോട് അമ്മായിമ്മ പോരൊക്കെ എടുക്കാനുള്ളതല്ലേ. വിഷ്ണുവിൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. എൻ്റെ ഈ പാവ അമ്മുക്കുട്ടിയോട് ഞാൻ ഒരിക്കലും അമ്മായിമ്മ പോരെടുക്കില്ല. അവൾ ചിരിയോടെ പറഞ്ഞതും അവർ അവളെ ചേർത്തു പിടിച്ചു. നന്ദുവും അച്ചുവും കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞു. പിന്നെ കാറിലേക്ക് കയറി എല്ലാവരോടും ഒന്നുകൂടി യാത്ര പറഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു. ജീവൻ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നന്ദുവിന് വലിയ മിസ്സിംഗ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഡിസ്റ്റൻസ് ബാധിച്ചത് അച്ചുവിനെയും വൈശുവിനെയും ഒക്കെ ആയിരുന്നു. പിന്നെ പറയണോ, 24 മണിക്കൂർ ഫോൺ വിളി തന്നെയായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് 3 ജോഡികളുടെയും വിവാഹം. നന്ദുവും അച്ചുവും വീട്ടുകാരും എല്ലാം 2-3 ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വിഷ്ണുവിൻ്റെ നാട്ടിലെത്തിയിരുന്നു. 3 പെൺപിള്ളേരും കൂടെ അടുത്തുള്ളൊരു ബ്യൂട്ടി പാർലറിൽ മാരേജിന് ഒരുങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരുങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവർ 3 പേരും. 3 പെൺപിള്ളേരും കണ്ണാടിയുടെ മുൻപിലിരിക്കുകയാണ്. നന്ദു ഒരു ഗ്രീൻ കളറുള്ള സാരിയാണ് വേഷം. സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ചിരിക്കുകയാണ് പെണ്ണ്. ഒരുങ്ങിയതിനു ശേഷം ജീവനെ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് നന്ദു. അവനൊരു വെള്ള മുണ്ടും ഷർട്ടുമാണ് വേഷം. അവൾ അവനെ നോക്കി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതും അവൻ സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചു പറഞ്ഞു. അടുത്തത് അച്ചുവാണ്. വൈശുവിൻ്റെയും നന്ദുവിൻ്റെയും നടുക്കായിട്ടാണ് അച്ചു ഇരിക്കുന്നത്. അവളെ ഒരുക്കിയതിനു ശേഷം തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ്. അവളൊരു റെഡ് ചില്ലി കളർ സാരിയാണ് വേഷം. അവളുടെ തൊട്ടടുത്തായിട്ടാണ് വൈശു ഇരിക്കുന്നത്. അവളൊരു ഓറഞ്ച് കളർ സാരിയായിരുന്നു. അവൾ ഒരുങ്ങിയിട്ട് സെൽഫിയൊക്കെ എടുത്ത് അരവിന്ദൻ അയച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. പെട്ടെന്നാണ് അച്ചുവിൻ്റെ ഫോണിലേക്ക് വിഷ്ണു വിളിച്ചത്. 1 മിനിറ്റ്, അവൾ മുല്ലപ്പൂ സെറ്റ് ചെയ്യുന്ന സ്റ്റാഫിനെ നോക്കി പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. വിഷ്ണുവേട്ടാ, അവൾ സ്നേഹത്തോടെ വിളിച്ചു. അച്ചു, നമ്മുടെ ഫോട്ടോഗ്രാഫർ പിള്ളേർ നിങ്ങൾ ഒരുങ്ങുന്ന ബ്യൂട്ടി പാർലറിന് മുൻപിൽ വരും. അവർക്ക് നിങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. ഒരുങ്ങിയിട്ട് എന്നെ വിളിക്കണേ, അപ്പോഴേക്കും അവരോട് അങ്ങോട്ട് വരാൻ പറയാം. വിഷ്ണു അവളോട് പറഞ്ഞു. ഞങ്ങൾ ഒരുങ്ങി നിൽക്കുക വിഷ്ണുവേട്ടാ. നന്ദുവും വൈശുവും ഒക്കെ ഒരുങ്ങി. എനിക്കിനി പൂവും കൂടി വെക്കണം. വിഷ്ണുവേട്ടൻ അവരോട് വരാൻ പറഞ്ഞേക്ക്. അവർ വരുമ്പോഴേക്കും ഞാനും റെഡിയായി നിൽക്കാം. അവൾ പറഞ്ഞതും അവൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവർ ഒരുങ്ങിയപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ വന്നിരുന്നു. പിന്നെ അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ബഹളം തന്നെയായിരുന്നു. ഒറ്റയ്ക്കും 3 പേർ ഒന്നിച്ചും മറ്റ് പല പോസിലും അവർ ഫോട്ടോസ് എടുത്തു. അതുകൂടാതെ പിള്ളേർ നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്ന റീൽസൊക്കെ ഒറ്റയ്ക്കും ഒന്നിച്ചും ഒക്കെ അവരെ കൊണ്ട് എടുപ്പിച്ചു. അപ്പോഴേക്കും വീട്ടിൽ ചടങ്ങുകൾക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് വിഷ്ണു വിളിച്ചു. അവർ ഫോട്ടോസും റീൽസും ഒക്കെ മതിയാക്കി വീട്ടിലേക്ക് മടങ്ങി. 3 പേരും ബ്യൂട്ടി പാർലറിൽ നിന്ന് കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങി. സാരി ഉടുത്ത് ഒരുങ്ങി ഇറങ്ങി വരുന്ന പെൺപിള്ളേരെ കാണാൻ ആൺപിള്ളേർ നേരത്തെ തന്നെ റെഡിയായി സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. 3 പേരും ഇരു സൈഡിലെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. 3 പെൺപിള്ളേരെയും സാരി ഉടുത്ത് ഒരുങ്ങി മുല്ലപ്പൂ ഒക്കെ വെച്ച് കണ്ടതും ആൺപിള്ളേരുടെ കണ്ണുകൾ അങ്ങ് വിടർന്നു. ജീവൻ നന്ദുവിൻ്റെയും അരവിന്ദൻ വൈശുവിൻ്റെയും വിഷ്ണു അച്ചുവിൻ്റെയും മുഖത്തേക്ക് നോക്കി. ആൺപിള്ളേർ തങ്ങളെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ടതും പെൺപിള്ളേരുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. അവർ 3 പേരും തങ്ങളുടെ പങ്കാളികളെ നോക്കി. 3 ആൺപിള്ളേരും ഒരുപോലെ ഒരുങ്ങി നിൽക്കുകയാണ്. വെയിൽ കൊള്ളാതെ അകത്തേക്ക് കയറി വാ മക്കളെ, മുത്തശ്ശി അവരെ 3 പേരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ 3 പേരും തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ വീട്ടിൽ വെച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. വീട്ടിൽ വെച്ചുള്ള ചടങ്ങുകളും ദക്ഷിണ കൊടുപ്പും ഒക്കെ കഴിഞ്ഞ് 3 പെൺപിള്ളേരും 3 ആൺപിള്ളേരും 2 കാറിലായിട്ട് അമ്പലത്തിലേക്ക് തിരിച്ചിരുന്നു. അവർ ചെന്നിറങ്ങിയതും കാണുന്നത് കൂടി നിൽക്കുന്ന ആൾക്കാരെയാണ്. അമ്പലത്തിനടുത്ത് തന്നെയായിരുന്നു ഓഡിറ്റോറിയവും. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതെന്താടി, ഇവരൊക്കെ ആരാ? അച്ചു സംശയത്തോടെ അടുത്ത് നിന്ന 2 പെൺപിള്ളേരോടും ചോദിച്ചു. അതെൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ ഭർത്താവാ, ലത അപ്പൂപ്പൻ്റെ അനിയൻ്റെ മോള്.
അടുത്ത് നിൽക്കുന്നത് ആ മോളുടെ മോനും ഭാര്യയും. വൈശു ഓരോരുത്തരും ചൂണ്ടി പറഞ്ഞു കൊടുത്തു. എടി, നിനക്ക് ഇവരാരെങ്കിലും അറിയുമോ? അച്ചു സംശയത്തോടെ നന്ദുവിനോട് ചോദിച്ചു. ആർക്കറിയാം, എനിക്കിതുങ്ങളെ ഒന്നും അറിയില്ല. അല്ല, ഇപ്പം അറിഞ്ഞിട്ടെന്തിനാ? എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അറിയുമെന്ന് ചോദിച്ചാൽ തലയാട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരാരും ഇന്ന് വരെ ഞങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ച് വിളിക്കോ പറയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്ഥിതിക്ക് ബന്ധം ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല. നന്ദു അവളെ നോക്കി പറഞ്ഞു. അത് ശരിയാ, നമുക്ക് ഉപയോഗമുള്ളവരെ മാത്രം നമ്മൾ ബന്ധുക്കളായിട്ട് കൂട്ടിയാൽ പോരെ. അച്ചുവും കൂടെ പറഞ്ഞതും നന്ദു ശരിവെച്ചു. എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിനും ഇവരിൽ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടൊരു പ്രശ്നം വന്നപ്പോൾ ഇവരിൽ ആരെയും ഞാൻ കണ്ടില്ല. ഇവരൊക്കെ കല്യാണത്തിന് വരും, ഉണ്ണും പോകും. പിന്നെ ജീവിതം നോക്കേണ്ടത് കല്യാണം കഴിക്കുന്നവർ മാത്രമാണ്. അഭിപ്രായം പറയാനും കുറ്റം പറയാനും മാത്രമേ ഇവരെ കൊണ്ട് പറ്റുള്ളൂ. ആ സ്ഥിതിക്ക് ഇവരെ പോലെയുള്ളവരെ കാണുമ്പോൾ ചിരിക്കുക, സുഖവിവരം അന്വേഷിക്കുക, പോവുക. അല്ലാതെ കൂടുതൽ തലയിൽ കയറ്റി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നന്ദുവും പറഞ്ഞു. അവളുടെ ചേച്ചിയുടെ വിവാഹത്തിന് കൂടെ നിന്നിട്ട് എല്ലാം കഴിഞ്ഞൊരു പ്രശ്നം വന്നപ്പോൾ പൊടിയും തട്ടിപ്പോയ അവളുടെ അച്ഛൻ്റെ വീട്ടുകാരെ വെച്ചിട്ടാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് അച്ചുവിനും വൈശുവിനും അറിയാമായിരുന്നു. അതൊരു കണക്കിന് ശരിയായതുകൊണ്ട് തന്നെ അവർ തിരികെ മറുപടിയൊന്നും പറയാനും പോയില്ല. അവർ 3 ആൺപിള്ളേരും മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു. പെൺപിള്ളേരും അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. താലി കെട്ടിക്കോളൂ. പൂജാരി 3 പേർക്കും താലി എടുത്തു കൊടുത്തതും 3 ആൺപിള്ളേരും അത് അവരവരുടെ പെൺപിള്ളേരുടെ കഴുത്തിലേക്ക് കെട്ടി. 3 പേരും താലി കെട്ടിയതിനു ശേഷം പെൺപിള്ളേരുടെ നെറ്റിയിൽ ചുംബിച്ചു. ഒരുപോലെ തന്നെ. ക്യാമറ ചേട്ടന്മാരത് ക്യാമറയിൽ പകർത്താനും മറന്നില്ല. വിവാഹമൊക്കെ കഴിഞ്ഞതും ചടങ്ങുകൾ പ്രകാരം തന്നെ അരവിന്ദൻ വൈശുവിനെയും കൂട്ടി അവൻ്റെ നാട്ടിലേക്ക് തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്. ജീവനും നന്ദുവും അവരുടെ നാട്ടിലേക്കും പോകാൻ റെഡിയായി. 3 പേരുടെയും വിവാഹം ഒന്നിച്ച് നടത്തണമെന്നുള്ള വിഷ്ണുവിൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവർ ഈ നാട്ടിലേക്ക് വന്ന് വിവാഹം നടത്തിയത്. പക്ഷേ ചടങ്ങുകൾ അതിൻ്റെ പ്രകാരം തന്നെ നടത്തണമെന്ന് കാരണവന്മാരുടെ നിർദ്ദേശപ്രകാരം അരവിന്ദനും ജീവനും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വൈശു വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയുകയാണ്. ഏയ് മോളെ, എന്തിനാ കരയുന്നേ? നീ അരവിന്ദൻ്റെ ഒപ്പമല്ലേ പോകുന്നത്? അവിടെ നീ എന്തായാലും ഹാപ്പി ആയിരിക്കും. അത് ഏട്ടന് നന്നായിട്ടറിയാം. നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലാണ്. അവൻ്റെ സ്വഭാവം നല്ലതുപോലെ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും. അതുകൊണ്ട് എൻ്റെ മോള് കരയാതെ സന്തോഷമായിട്ടിരിക്കണം. വിഷ്ണു അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും ഉയർത്തിയതിനു ശേഷം 2 കൈകൾ കൊണ്ടും അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. വൈഷുമോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ? മുത്തശ്ശിയും ഏട്ടനെയും അമ്മയും ഒക്കെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും മോക്ക് ഇവിടേക്ക് വരാം. അതുപോലെ. അവൾ കരയുന്നത് കണ്ടതും അരവിന്ദൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ആൻറ്റി, ഞാനോ അമ്മയോ ഒന്നും ഇവളെ ഇതുവരെ ഒന്നും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവുകൾ ചിലപ്പോൾ ഇവളെ കണ്ടേക്കാം. അരവിന്ദൻ അതിനെപ്പറ്റിയൊക്കെ ധാരണയുണ്ട്. പക്ഷേ ആൻറ്റിക്കൊന്നും അത് അറിയില്ലല്ലോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ പെങ്ങളിലുണ്ടായാൽ ആൻറ്റി അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവളെ വഴക്ക് പറഞ്ഞ് കരയിക്കരുത്. അവൾ കരയുന്നത് എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ആൻറ്റി വേറൊന്നും വിചാരിക്കരുത്. വിഷ്ണു അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് അവിടെ നിന്നവരുടെ എല്ലാവരുടെയും മനസ്സൊന്ന് നിറഞ്ഞിരുന്നു. ഒരു പെങ്ങളെ പറ്റിയുള്ള ആങ്ങളയുടെ ആവലാതിയായിരുന്നു അവൻ്റെ നെഞ്ചിൽ. അതൊന്നും ഓർത്ത് വിഷ്ണു പേടിക്കണ്ട. ആ വീടും അവൾക്ക് സ്വന്തം വീട് തന്നെയാണ്. മരുമകളായിട്ടല്ല, ഞങ്ങളുടെ മകളായിട്ട് തന്നെയായിരിക്കും വൈശു അവിടെ കഴിയാൻ പോകുന്നത്. അവർ വൈശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വൈശു അവളുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ചെന്നു. അവരെ 2 പേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. പിന്നെ അവരോട് യാത്ര പറഞ്ഞു. പിന്നെ അടുത്തത് ചെന്നത് അച്ചുവിൻ്റെ അടുത്തേക്കാണ്. എൻ്റെ വിഷ്ണുവേട്ടനെ നോക്കിക്കോണേടി, അവൾ അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പൊന്നു പോലെ നോക്കിക്കോളാം. അച്ചു തിരികെ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. പോട്ടേടി. അവൾ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവളോടും യാത്ര പറഞ്ഞിട്ട് അരവിന്ദൻ്റെ ഒപ്പം കാറിൽ കയറി. അരവിന്ദനും അവളും എല്ലാവരോടും യാത്ര പറഞ്ഞു. കാർ ഗേറ്റ് കടന്നു പോകുന്നത് എല്ലാവരും നോക്കി നിന്നു. അവളുടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ കരയുകയായിരുന്നു. അവളെ ഓർത്ത് വിഷ്ണുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ അച്ചു അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അടുത്തത് ജീവനും നന്ദുവായിരുന്നു. അവർ 2 പേരും എല്ലാവരുടെ അടുത്ത് ചെന്ന് യാത്ര പറഞ്ഞു. അവൾ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. വരുന്നോടി? നന്ദു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. വരണമെന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. അവൾ ചിരിച്ചു. നന്ദു അവളെ ചേർത്ത് പിടിച്ചു. അവർ 2 പേരും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവരുടെ അനുഗ്രഹം വാങ്ങി. എൻ്റെ മക്കൾ നന്നായി വരും. അവരെ 2 പേരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവരും അമ്മമാരും കാറിലേക്ക് കയറി. അവരും അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവിടെ നിന്ന് അത്യാവശ്യം ദൂരമുള്ളത് കൊണ്ട് പാതിരാത്രിയോടെയാണ് അവർ തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. രാത്രിയോടെയാണ് നന്ദുവും ജീവനും അവൻ്റെ വീട്ടിലേക്ക് എത്തിയത്. കാറിൽ നിന്ന് തന്നെ ആ വീട് കണ്ടതും എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ചേച്ചി വലതുകാല് വെച്ച് കയറിയ വീട്, തൻ്റെ ചേച്ചി കണ്ണീരൊഴുക്കിയ വീട്, അവസാനം ചേച്ചിയുടെ ചേതനയേറ്റ ശരീരം കണ്ടതും ഈ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. നന്ദു! പെട്ടെന്ന് തൻ്റെ ചേച്ചി തന്നെ വിളിക്കുന്നത് പോലെ നന്ദുവിന് തോന്നി. അവൾ ചുറ്റിനും ഒന്ന് നോക്കി. നന്ദു!
എന്താ? അവൾ നോക്കുന്നത് കണ്ടതും ജീവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ വിച്ചേട്ട, ചേച്ചി ചേച്ചി വിളിക്കുന്നത് പോലെ അവൾ പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ നന്ദുവിന് വെറുതെ തോന്നുന്നതാണ്. നന്ദു ചേച്ചിയെപ്പറ്റി ആലോചിച്ച് കാണും, അതാ അങ്ങനെയൊക്കെ തോന്നിയത്. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് മൂളി. അവൻ്റെ അമ്മ അപ്പോഴേക്കും പോയി നിലവിളക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇറങ്ങു നന്ദു, അവൻ പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നന്ദു, ഞാൻ പറഞ്ഞതാ കരയരുതെന്ന്. നിന്റെ ചേച്ചി തന്നെയായിരിക്കും നിന്നെ ഇവിടേക്ക് എത്തിച്ചത്, അങ്ങനെ വിശ്വസിക്കും നന്ദു. അവൻ അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി. ദേ അമ്മ നിലവിളക്കായിട്ട് നിൽക്കുന്നു, വെറുതെ അമ്മയെ വിഷമിപ്പിക്കല്ലേ. നീ ഇവിടേക്ക് വന്നതിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ അമ്മയാ, അറിയാലോ നിനക്ക്. അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. പിന്നെ കണ്ണുകളൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അവനും മറു സൈഡിൽ നിന്നും ഇറങ്ങി. അവർ രണ്ടുപേരും മുന്നിലേക്ക് ചെന്ന് നിന്നതും അവർ നിലവിളക്ക് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അവൾ നിറഞ്ഞ മെഴികളോടെ അവരെ നോക്കിക്കൊണ്ട് ആ നിലവിളക്ക് ഏറ്റുവാങ്ങി. വലതുകാല് വെച്ച് കയറിക്കോ മോളെ, അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവളുടെ വലതുകാലെടുത്ത് വെച്ചു. പിന്നെ അകത്തേക്ക് കയറി. പെട്ടെന്നൊരു ഇളം കാറ്റ് അവളെ തഴുകിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി. നിലവിളക്ക് അണയാതെ ഇരിക്കാൻ അവൾ കൈകൾ വെച്ചു. എന്നാൽ ആ കാറ്റ് നിലവിളക്കിനെ തൊടാതെ തന്നെ കടന്നു പോയിരുന്നു. അവൾ ആ നിലവിളക്കുമായിട്ട് ഹാളിലേക്ക് കയറിയതും അവളുടെ കണ്ണിലുടക്കിയത് ഹാളിൽ മാലയിട്ട അവളുടെ ചേച്ചിയുടെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ കണ്ടതും അതുവരെ അവൾ പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീരും കരച്ചിലും അവൾ പോലും അറിയാതെ പുറത്തേക്ക് വന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് ജീവൻ്റെ അമ്മ അവളുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി. ജീവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവർ നിലവിളക്ക് ടേബിളിൽ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. മോളെ നന്ദു, ജീവൻ്റെ നെഞ്ചിൽ തലവെച്ച് കരയുന്ന അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവർ വിളിച്ചു. സാരമില്ലമ്മേ, അവൾ കരഞ്ഞോട്ടെ, അവളുടെ വിഷമങ്ങൾ മുഴുവൻ ഇതിൽ അവസാനിക്കട്ടെ. അവൻ പറഞ്ഞതും അവർ തലയാട്ടി. അമ്മ നിലവിളക്ക് പൂജാമുറി വെച്ചേക്കണേ. നന്ദു വാ, അവൻ അവളെ വിളിച്ചതും അവൾ അവനോടൊപ്പം മുറിയിലേക്ക് നടന്നു. അവർ പോകുന്നത് ആ അമ്മ നിറഞ്ഞ മിഴികളോടെ നോക്കി നിന്നു.